ഹലോ അസ്സലാമു അലൈക്കും. നമുക്കിന്നൊരു സേമിയ പായസം തയ്യാറാക്കാം. ആസ് യൂഷ്വലി എല്ലാവരും സേമിയ പായസം തയ്യാറാക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഈ രീതിയിലൊന്ന് സേമിയ പായസം തയ്യാറാക്കി നോക്കണ്ടേ. ഞാനിതിനടുത്തുനിന്ന് വലിയൊരു ക്യാരറ്റാണ്, അഥവാ ചെറിയ ക്യാരറ്റാണെന്നുണ്ടെങ്കിൽ 2 ചെറിയ മീഡിയം സൈസ് ക്യാരറ്റ് എടുത്താൽ മതി. നമുക്കെന്ത് ചെയ്യാം, ആ ക്യാരറ്റ് ഒന്ന് ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം കുക്കറിലിട്ടിട്ട്. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെയാണ് ഞാൻ കുറച്ച് അണ്ടിട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ശേഷം അതിലേക്ക് ഞാൻ 750 ml പാലാണ് ചേർത്തിട്ടുള്ളത്. 750 പാലിനാണ് ചെറിയ മീഡിയം സൈസ് ക്യാരറ്റ് ആവശ്യമുള്ളൂ. പാലിൻ്റെ അളവിനനുസരിച്ചിട്ട് ക്യാരറ്റിൻ്റെ എണ്ണം കൂട്ടേണ്ടതാണ്. ഇപ്പം അത്ര മതി. പാൽ ചൂടാവുന്ന ഈ സമയം കൊണ്ട് നമുക്ക് പുഴുങ്ങി വെച്ച് ഈ ക്യാരറ്റിലേക്ക് കുറച്ച് പാലൊഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് പാൽ ചൂടാകുമ്പോൾ 1/4 കപ്പ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ അളവിൽ തന്നെ ഞാൻ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 50 ഗ്രാം വേർമിസെല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസ്റ്റഡ് വേർമിസെല്ലിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അഥവാ നിങ്ങളെ കയ്യിൽ റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിൽ ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തതിന് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം വേർമിസെല്ലി വെന്ത് കിട്ടുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സേമിയ നല്ലോണം വെന്തതിന് ശേഷം മാത്രമാണ് അരച്ച് വെച്ച് ഈ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ക്യാരറ്റ് ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നല്ലോണം തിളപ്പിക്കണം. നല്ലോണം തിളക്കുന്ന ഈ സമയം കൊണ്ട് നല്ലോണം സേമിയ നല്ലോണം തിളച്ചതിന് ശേഷം നല്ലോണം കുറുകി വരും. ഇപ്പം പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് അതിലേക്ക് വറുത്ത് കോരി മാറ്റി വച്ചിരിക്കുന്ന അണ്ടിയും മുന്തിരിയും ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലോണം പായസം കുറുകി വന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും നമ്മൾ നോർമലി സേമിയ പായസം തയ്യാറാക്കാറുണ്ട്. ഈ രീതിയിൽ ഒരു തവണ ഒന്ന് നിങ്ങൾ ആക്കി നോക്കേണ്ടി. നല്ല ടേസ്റ്റാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന സേമിയ പായസത്തിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ക്യാരറ്റ് ചേർത്തിട്ട് സേമിയ പായസം തയ്യാറാക്കുമ്പോൾ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണാം.